നമസ്കാരം. പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 16 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 16 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരളത്തിലെ നദികളുടെ പാർട്ട് 2 ആണ്. കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട 2 ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിന്റെ പാർട്ട് 2 ക്ലാസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ നദികൾ പാർട്ട് 2. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാലിയാറിനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയാ? ചാലിയാറിനെ പറ്റി. ചാലിയാറിന്റെ ആകെ നീളം 169 കിലോമീറ്റർ. ചാലിയാറിന്റെ ആകെ നീളം എത്രയാ? 169 കിലോമീറ്റർ. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നും. ഇളമ്പലേരി കുന്നുകൾ എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ചാലിയാർ ഉത്ഭവിക്കുന്നത് എവിടെയെന്നാ സുഹൃത്തുക്കളെ? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. ഇളമ്പലേരി കുന്നുകൾ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. ചാലിയാർ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. ചാലിയാർ നദിയുടെ പതനസ്ഥാനം എവിടെയാ? അറബിക്കടലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. പഠിച്ചോളനെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ ആണ്. ബേപ്പൂർ പുഴയെന്നും കല്ലായ് പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചാലിയാറാണ്. ബേപ്പൂർ പുഴയെന്നും കല്ലായ് പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദി ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒരൊറ്റ പോയിന്റ് പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോളെ സുഹൃത്തുക്കളെ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ചാലിയാറിനെ പറ്റി. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. ചാലിയാറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ചാലിയാർ പുഴയുടെ ആകെ നീളം എത്രയാ? 169 കിലോമീറ്റർ ആണ്. ചാലിയാർ ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകൾ വയനാടിൽ നിന്നുമാണ്. പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അറബിക്കടലിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലിയാർ. ബേപ്പൂർ പുഴയെന്നും കല്ലായ് പുഴ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ഏക നദി ചോദിച്ചാൽ അത് ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാറാണ്. പഠിക്കുക. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇമ്പോർട്ടന്റ് ആണ്. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഒന്നുകൂടി പറയാം. ചാലിയാർ നദി ഒഴുകുന്ന ജില്ലകള് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇപ്പോഴുള്ള PSC എക്സാം, പ്രത്യേകിച്ച് LGS എക്സാമിലെ സുഹൃത്തുക്കൾ കണ്ടു കാണുമല്ലോ. നമ്മുടെ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജില്ലകൾ കൃത്യമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഒരു ഈസി കോഡ് ഉണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ. കോഴിമലച്ചാലിൽ വാഴ നട്ടു എന്നങ്ങ് പഠിക്കുക. കോഴിമലച്ചാലില് വാഴ നട്ടു എന്നങ്ങ് പഠിക്കുക. കോഴിമലച്ചാലില് വാഴ നട്ടു എന്ന് എങ്ങനെ വേണമെങ്കിലും പഠിക്കുക. അല്ലെങ്കിൽ ചേർത്ത് കോഴിമലച്ചാലിൽ വാഴ നട്ടു എന്നങ്ങ് പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പിക്കാം. അപ്പൊ ഇനി കോഡിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം, ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാർ നദിയെ സൂചിപ്പിക്കുന്നു. വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ വാഴ നട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടിനെ സൂചിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കോഴിമലച്ചാലിൽ വാഴ നട്ടു എന്നാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ല, മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല, ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാർ നദിയെ സൂചിപ്പിക്കുന്നു. വാഴ നട്ടു എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇനി മറക്കില്ലല്ലോ, ചാലിയാർ ഒഴുകുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മുടെ കോഡ്? കോഴിമലച്ചാലിൽ വാഴ നട്ടു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി എക്സ്പ്ലനേഷൻ പറയാൻ ശ്രദ്ധിച്ചിരുന്നോളേ സുഹൃത്തുക്കളെ. കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്, മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം, ചാലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാർ നദിയെ സൂചിപ്പിക്കുന്നു. വാഴ നട്ടു എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് നിലമ്പൂർ, ഫറോക്ക്, ബേപ്പൂര്, അരിക്കോട്. പഠിച്ചോളനെ. ചാലിയാറിന്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് നിലമ്പൂര്, ഫറോക്ക്, ബേപ്പൂര്, അരിക്കോട്. ഇതിനകത്ത് ബേപ്പൂരും അതുപോലെ ഫറോക്കും നന്നായിട്ട് പഠിച്ചോളനെ. PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നിലമ്പൂർ, ഫറോക്ക്, ബേപ്പൂര്, അരിക്കോട്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹളയാണ് ചാലിയാർ ലഹള. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള അല്ലെങ്കിൽ പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ചാലിയാർ പ്രക്ഷോഭമാണ്. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് KA റഹ്മാൻ. പഠിച്ചോളനെ, ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാണ്? KA റഹ്മാനാണ്. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറിയാണ് ഗ്വാളിയാർ റയോൺ ഫാക്ടറി. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മാവൂരാണ്. മറക്കരുത്, ചാലിയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാക്ടറി ഏതായിരുന്നു? അത് ഗ്വാളിയാർ റയോൺസ് ഫാക്ടറി ആയിരുന്നു. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? മാവൂർ ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് നിലമ്പൂർ, ഫറോക്ക്, ബേപ്പൂർ, അരീക്കോട് എന്നിവ. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹള. ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വം ആരാന്ന് ചോദിച്ചാൽ KA റഹ്മാനാണ്. ആരാണ്? KA റഹ്മാനാണ്. ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമാകുന്ന ഫാക്ടറി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഗോളിയാർ റയോൺസ് ഫാക്ടറി, മാവൂരാണ്. ഗോളിയാർ റയോൺസ് ഫാക്ടറി എവിടെയാണ്? മാവൂരാണ്. പഠിക്കുക. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ, പാണ്ടിപ്പുഴ. ചാലിയാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ, പാണ്ടിപ്പുഴ. ഏതാണ്? പാണ്ടിപ്പുഴ. ഇതിൽ കരിമ്പുഴയും പാണ്ടിപ്പുഴയും വ്യക്തമായിട്ട് അങ്ങ് പഠിച്ചോളണേ. PSCയുടെ പ്രീവിയസ് ആണ്. ചാലിയാറിന്റെ പോഷക നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപുഴ, ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ, പാണ്ടിപ്പുഴ. ഇതിനകത്ത് കരിമ്പുഴയും പാണ്ടിപ്പുഴയും നന്നായിട്ട് പഠിച്ചോളണം. ചാലിയാറിന്റെ പോഷക നദികളായിട്ട് PSC പ്രീവിയസ് ആയി ചോദിച്ച രണ്ട് നദികളാണ് കരിമ്പുഴയും പാണ്ടിപ്പുഴയും. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഒരു കോഡുണ്ട്. ജസ്റ്റ് ഒരു 3-4 തവണ നിങ്ങൾ എഴുതി പഠിക്കുക. ഈ കോഡ് ഇല്ലെങ്കിൽ മറന്നു പോകും. കോഡ് ഇത്രയേ ഉള്ളൂ. CK CPI ആണ് എന്നങ്ങ് പഠിക്കുക. CK CPI ആണ് എന്നങ്ങ് പഠിക്കുക. CK CPI ആണ് എന്നങ്ങ് പഠിക്കുക. നമുക്ക് കോഡിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലിയാറിനെ സൂചിപ്പിക്കുന്നു. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുഴ. അടുത്ത C എന്ന് ചോദിച്ചാൽ അത് ചെറുപുഴയാണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിപ്പുഴ. I എന്ന് പറഞ്ഞാല് ഇരുവഞ്ഞിപ്പുഴ. 2-3 തവണ എഴുതി തന്നെ പഠിച്ചോളണേ, ഇല്ലെങ്കിൽ മറക്കാൻ സാധ്യതയുണ്ട്. കോഡ് ഇത്രയേ ഉള്ളൂ. ചാലിയാറിന്റെ പോഷക നദികൾ കണ്ടെത്താനായിട്ട് CK CPI ആയി എന്നങ്ങ് പഠിക്കുക. CK CPI ആയി എന്നങ്ങ് പഠിക്കുക. അപ്പോൾ അതിനകത്ത് C എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാലിയാറ്, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പുഴ. അടുത്ത CPIയിലെ C എന്തെന്ന് ചോദിച്ചാൽ അത് ചെറുപുഴയാണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ടിപ്പുഴയാണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുവഞ്ഞിപ്പുഴയാണ്. കോഡ് ഒന്നുകൂടി പറയുന്നു, ഓർക്കുക. CK CPI ആയി എന്നങ്ങ് പഠിക്കുക, അല്ലെങ്കിൽ ആണ് എന്നങ്ങ് പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് അപൂർവ വസ്തുതകൾ. അതായത് നമ്മുടെ ചാലിയാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് അപൂർവ വസ്തുതകൾ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. എക്സാം ടഫ് ആവുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യം വന്ന് കയറും കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് നമ്മൾ പഠിക്കുന്നത്. ചാലിയാറും അപൂർവ വസ്തുതകളും. ചൂളിക നദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ചാലിയാറാണ്. ചൂളിക നദി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? ചാലിയാറാണ്. 20-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച കല്ലായി തടി വ്യവസായത്തിന് തടികൾ എത്തിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നദി ചാലിയാറാണ്. പഠിച്ചോളനെ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടി ശക്തി പ്രാപിച്ച കല്ലായി തടി വ്യവസായത്തിന് തടികൾ എത്തിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നദി ഏതാണ്? ചാലിയാറായിരുന്നു. ചാലിയാറിന്റെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളണേ. ചാലിയാറിന്റെ പോഷക നദിയായിട്ടുള്ള ചാലിപ്പുഴയിലാണ് പ്രശസ്തമായിട്ടുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആഠ്യൻപാറ, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലിയാറാണ്. പഠിച്ചോളണേ. ആഠ്യൻപാറ, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പട്ടണമാണ് ഫറോക്ക്. ഇത് ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായുള്ള പട്ടണമാണ് ഫറോക്ക് എന്ന് പറയുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചാലിയാറുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുതകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടി നോക്കാം. ചൂളിക നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ചാലിയാറാണ്. 20-ാം നൂറ്റാണ്ടിൽ ശക്തി പ്രാപിച്ച കല്ലായി തടി വ്യവസായത്തിന് തടികൾ എത്തിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന നദി ചാലിയാറാണ്. ചാലിയാറിന്റെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ആഠ്യൻപാറ, സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ചാലിയാറാണ്. ചാലിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പട്ടണമാണ് ഫറോക്ക്. പഠിക്കുക. ചാലിയാറിന്റെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കയാക്കിൻ മത്സരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ നദി ചാലിയാറാണ്. അതുപോലെ തന്നെ ചാലിയാറിന്റെ ഭാഗമായുള്ള തുഷാരഗിരി വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്താണ് കേട്ടോ ഈ കയാക്കിൻ മത്സരം നടക്കുന്നത്. അപ്പോൾ കയാക്കിൻ മത്സരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ
നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ചാലിയാറിന്റെ ഭാഗമായുള്ള തുഷാരഗിരിയിലാണ് എന്ത് ചെയ്യുന്നത്, കയാക്കിൻ മത്സരങ്ങൾ നടത്തുന്നത്. ചാലിയാർ പ്രക്ഷോഭകനും റയോൺ ഫാക്ടറി മാനേജ്മെന്റും തമ്മിൽ നടത്തിയ കരാറാണ് രാമനിലയം ഉടമ്പടി. നല്ലൊരു പോയിന്റ് ആണ്, പഠിച്ചോളനെ. ചാലിയാർ പ്രക്ഷോഭകരും റയോൺ ഫാക്ടറി മാനേജ്മെന്റും തമ്മിൽ നടത്തിയ കരാർ അറിയപ്പെടുന്ന പേരാണ് രാമനിലയം ഉടമ്പടി. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാലിയാറിന്റെ പോഷക നദിയായ ചാലിപ്പുഴയിലാണ് പ്രശസ്തമായ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കയാക്കിൻ മത്സരങ്ങൾക്ക് പ്രശസ്തമായ കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അത് ചാലിയാറാണ്. ചാലിയാറിന്റെ തന്നെ തുഷാരഗിരി മേഖലയിലാണ് കയാക്കിൻ മത്സരങ്ങൾ കൂടുതലായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചാലിയാർ പ്രക്ഷോഭകരും റയോൺ ഫാക്ടറി മാനേജ്മെന്റും തമ്മിൽ നടത്തിയ കരാർ അറിയപ്പെടുന്ന പേരാണ് രാമനിലയം ഉടമ്പടി. എന്താണ് രാമനിലയം ഉടമ്പടി? പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള പുഴയാണ് ചാലക്കുടി പുഴ. ആരെയാണ്? ചാലക്കുടി പുഴ. ചാലക്കുടി പുഴയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ, ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്ഷനകത്ത് 146 കിലോമീറ്റർ തന്നിരിക്കും. ഓക്കെയാണ്. ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145.5 കിലോമീറ്റർ തന്നിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 146 കിലോമീറ്റർ എന്നും തന്നിരിക്കും. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ച് പഠിക്കുക. ചാലക്കുടി പുഴയുടെ നീളം ചോദിച്ചാൽ ഒന്നുകിൽ 145.5 കിലോമീറ്റർ, അല്ലെന്നുണ്ടെങ്കിൽ 146 കിലോമീറ്റർ പഠിക്കുക. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമലകളിൽ നിന്നുമാണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? ആനമലകളിൽ നിന്നുമാണ്. കേരളത്തിലെ നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയിലാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാലക്കുടി പുഴയുടെ നീളം എത്രയാണ്? 145.5 കിലോമീറ്റർ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ 146 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ അത് ആനമലകളാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. പഠിക്കുക. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. പഠിച്ചോളനെ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് ചാലക്കുടി പുഴയാണ്. ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്മൂർ മൂഴി ഡാം. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്മൂർ മൂഴി ഡാം. PSC ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, തുമ്മൂർ മൂഴി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഉത്തരം ആരാ? നമ്മുടെ ചാലക്കുടി പുഴയാണ്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്മൂർ മൂഴി ഡാം. ഏതാണ്? തുമ്മൂർ മൂഴി ഡാം. പഠിക്കുക. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേർന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര, അല്ലെങ്കിൽ ഓപ്ഷനിൽ എലന്തിക്കര ഉണ്ടോ എന്ന് നോക്കണം. ജില്ല ഏത് ചോദിച്ചാൽ എറണാകുളം ജില്ലയിൽ വെച്ചാണ് കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേർന്ന സ്ഥലം ചോദിച്ചാൽ ഒന്നുകിൽ പുത്തൻവേലിക്കര ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എലന്തിക്കര PSCയുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഇത് രണ്ടിനും PSC പ്രീവിയസ് ആയി ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ട് ഓപ്ഷനും കൊടുത്തിട്ടുള്ളത്. ഇത് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേർന്ന സ്ഥലം ചോദിച്ചാൽ ഒന്നുകിൽ ഓപ്ഷനകത്ത് പുത്തൻവേലിക്കര ഉണ്ടോ നോക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എലന്തിക്കര ഉണ്ടോ നോക്കുക. ഇത് രണ്ടും എറണാകുളം ജില്ലയിലെ അടുത്തടുത്ത് വരുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ പുത്തൻവേലിക്കര അല്ലെങ്കിൽ എലന്തിക്കരയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാലക്കുടി പുഴ പെരിയാറുമായിട്ട് കൂടിച്ചേരുന്നത്. ജില്ല ഏതാണ്? എറണാകുളം ജില്ല. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്നറിയപ്പെടുന്നത് വൈന്തല തടാകം. അത് ചാലക്കുടി പുഴയുടെ ഭാഗമാണ് കേട്ടോ. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് വൈന്തല തടാകം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ചാലക്കുടി പുഴയിലാണ്. എന്താ സുഹൃത്തുക്കളെ ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞാൽ? ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്സ്ബോ തടാകങ്ങളും നദികളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വ്യക്തമായിട്ട് എന്താണ് ഓക്സ്ബോ തടാകം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറിഞ്ഞില്ലാത്ത സുഹൃത്തുക്കൾ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണ് ഓക്സ്ബോ തടാകം എന്ന്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒരു നദി എന്ത് ചെയ്യുന്നു? ഒഴുകി വരുന്നെന്ന് കരുതുക. ഈ നദി ഒഴുകി വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് വളഞ്ഞ് എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. ഓക്കെയാണേ. നദി ഒന്ന് ഒഴുകി വരുന്നു. എവിടെ വെച്ച് നദി എന്ത് ചെയ്യുന്നു? വളഞ്ഞൊന്ന് എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു.
എന്നാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ നദി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ടേൺ എടുക്കാൻ നദി എന്ത് ചെയ്യും, അങ്ങ് വിട്ടുപോകും. അതിന് പകരം നദി എന്ത് ചെയ്യും, നേരെ ഡയറക്റ്റ് വന്നിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ ആണ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് നദി എന്ത് ചെയ്യും, ഈ ടേൺ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഈ വളവ് തിരിയുന്നതിന് പകരം നദി എന്ത് ചെയ്യും, നേരെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. സ്വാഭാവികമായിട്ടും പിന്നെ നദി എന്ത് ചെയ്യും, തിരിച്ചു വീണ്ടും ആ വളവ് എടുക്കൂല. എങ്ങനെയാണോ നേരെ ഒഴുകിയത് അതേ രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ നദി ഒഴുകാൻ ശ്രമിക്കും. ഇതുമൂലം എന്ത് ചെയ്യും, ഈ ടേൺ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇതൊരു തടാകമായിട്ട് മാറും കേട്ടോ. ഈ ഒരു പറയുന്ന ഭാഗം ഒരു തടാകമായിട്ട് മാറും. ഈ തടാകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്നാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓക്സ്ബോ തടാകം കേരളത്തിലുള്ളതാകെ വൈന്തല തടാകം കേട്ടോ. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഏക ഓക്സ്ബോ തടാകം കേരളത്തിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈന്തല തടാകമാണ്. ആ ഓക്സ്ബോ തടാകം ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്, നമ്മുടെ ചാലക്കുടി പുഴയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എന്ന് ചോദിച്ചാൽ അത് വൈന്തല തടാകമാണ്. അത് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്, ചാലക്കുടി പുഴയാണ്. ഓർത്തു വെക്കുക. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ തൃശൂർ, എറണാകുളം ജില്ലകളാണ്. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, തൃശൂർ ജില്ലയും എറണാകുളം ജില്ലയുമാണ്. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ, തൃശൂർ ജില്ലയും എറണാകുളം ജില്ലയുമാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ചാലക്കുടി പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോഷക നദികൾ ശ്രദ്ധിക്കുക. ഷോളയാർ, കരപ്പാറ, കുരിയാർ കുട്ടി. പഠിച്ചോളനെ. ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഷോളയാർ, കരപ്പാറ, കുരിയാർ കുട്ടി. ഒന്നുകൂടി പറയുന്നു, ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഷോളയാർ, കരപ്പാറ, കുരിയാർ കുട്ടി. ഏതാണ്, കുരിയാർ കുട്ടി. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. CSK കുട്ടിയാണ് എന്നങ്ങ് പഠിക്കുക. CSK കുട്ടിയാണ് എന്നങ്ങ് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. CSK കുട്ടിയാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി പുഴ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയാർ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരപ്പാറ, കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ കുരിയാർ കുട്ടിയാണ് കേട്ടോ. അവസാനത്തെ കുട്ടി അടങ്ങുന്ന കേട്ടോ, കുരിയാർ കുട്ടി നദിയാണ്. അപ്പോൾ CSK നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. CSK എന്താണ്, കുട്ടിയാണ് എന്നങ്ങ് പഠിക്കുക. ഇതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി പുഴ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോളയാർ, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരപ്പാറ, അതുപോലെ കുട്ടിയാണെന്ന് പറഞ്ഞാൽ കുരിയാർ കുട്ടി നദി. കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിയാർ കുട്ടി നദി. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുതകളാണ്. അറിയാലോ സുഹൃത്തുക്കളെ, എക്സാം ടഫ് ആവുന്നതിനനുസരിച്ച് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഷുവർ ഷോട്ട് ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് ചാലക്കുടി പുഴയുമായിട്ട് ബന്ധപ്പെട്ട അപൂർവ വസ്തുതകൾ നമുക്കൊന്ന് നോക്കാം. പ്രാചീന കാലത്ത് പൊന്നൈ എന്നറിയപ്പെട്ടിരുന്ന നദി ചാലക്കുടി പുഴ. പ്രാചീന കാലത്ത് പൊന്നൈ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി എന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. കുരിയാക്കുറ്റി, കരാപ്പാറ ജലവൈദ്യുത പദ്ധതി, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുവാൻ തീരുമാനിച്ച നദി ചാലക്കുടി പുഴയാണ്. കുരിയാക്കുറ്റി, കരപ്പാറ ജലവൈദ്യുത പദ്ധതി, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി തുടങ്ങിയ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുവാൻ തീരുമാനിച്ച നദി ചാലക്കുടി പുഴയാണ്. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് മത്സ്യ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്ത കേരളത്തിലെ നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. പഠിച്ചോളനെ. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് മത്സ്യ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്ത കേരളത്തിലെ നദി ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. സംഘകാല കൃതികളിൽ അടവൂർ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. ഇമ്പോർട്ടന്റ് ആണ്. സംഘകാല കൃതികളിൽ അടവൂർ ഗ്രാമത്തിലൂടെ ഒഴുകിയിരുന്ന നദി എന്നറിയപ്പെടുന്നത് ഏതാണ്, ചാലക്കുടി പുഴയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചാലക്കുടി പുഴയുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുതകളാണ് നമ്മൾ പറഞ്ഞത്. പ്രാചീന കാലത്ത് പൊന്നൈ എന്നറിയപ്പെടുന്ന നദി ചാലക്കുടി പുഴ. കുരിയാക്കുറ്റി, കരപ്പാറ ജലവൈദ്യുത പദ്ധതി, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി എന്നീ പുതിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുവാൻ തീരുമാനിച്ച നദി ചാലക്കുടി പുഴ. നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറ്റിക്സ് റിസോഴ്സ് മത്സ്യ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്ത കേരളത്തിലെ നദി ചോദിച്ചാൽ ചാലക്കുടി പുഴയാണ്. സംഘകാല കൃതികളിൽ അടവൂർ ഗ്രാമത്തിലൂടെ ഒഴുകിയിരുന്ന നദി എന്നറിയപ്പെടുന്നത് ചാലക്കുടി പുഴയാണ്. പഠിക്കുക. ചാലക്കുടി പുഴ ഒഴുകുന്ന തമിഴ്നാട്ടിലെ ജില്ല കോയമ്പത്തൂര്. പഠിച്ചോളനെ. ചാലക്കുടി പുഴ ഒഴുകുന്ന തമിഴ്നാട്ടിലെ ജില്ല ചോദിച്ചാൽ ഏതാ, അത് കോയമ്പത്തൂരാണ്. ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ വസിക്കുന്ന ഗോത്രവർഗ നിവാസികളാണ് കാടർ എന്ന് പറയുന്നത്. ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ മാത്രം വസിക്കുന്നവരാണ് കേട്ടോ ഇവര്. ഇങ്ങനെയുള്ള ഗോത്രവർഗ നിവാസികളാണ് കാടർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ മാത്രം വസിക്കുന്ന ഗോത്രവർഗ നിവാസികൾ അറിയപ്പെടുന്ന പേരാണ് കാടർ എന്ന് പറയുന്നത്. തൂണക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ. തൂണക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ചാലക്കുടി പുഴയാണ്.
ഇടമലയാർ ഓഗ്മെന്റേഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദികൾ ചോദിച്ചാൽ പെരിയാറും അതിനോടൊപ്പം ചാലക്കുടി പുഴയാണ് കേട്ടോ. പഠിച്ചോളണേ. ഇടമലയാർ ഓഗ്മെന്റേഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദികളിൽ ഒരാൾ പെരിയാറും മറ്റൊരാൾ ആരാണ്? ചാലക്കുടി പുഴയുമാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ചാലക്കുടി പുഴ ഒഴുകുന്ന തമിഴ്നാട്ടിലെ ജില്ല ചോദിച്ചാൽ കോയമ്പത്തൂർ. ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ വസിക്കുന്ന ഗോത്രവർഗ നിവാസികളാണ് കാടർ എന്ന് പറയുന്നത്. തൂണക്കടവ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ചാലക്കുടി പുഴ. ഇടമലയാർ ഓഗ്മെന്റേഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദികൾ ചോദിച്ചാൽ പെരിയാറും ചാലക്കുടി പുഴയുമാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരളത്തിലെ നദികൾ പാർട്ട് 2-ൽ നമ്മൾ പറഞ്ഞത്. പ്രധാനപ്പെട്ട 2 നദികൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മേഖലയാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവരും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇത്ര നേരം ഈ വീഡിയോ ആണ് സുഹൃത്തുക്കൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.